എങ്ങനെയാണ് ഉപയോഗശൂന്യമായ വിമാനങ്ങൾ വൻകിട ഫാക്ടറിയിൽ എത്തുന്നത് നിങ്ങൾക്കറിയാമോ? ഉപയോഗശൂന്യമായ വിമാനങ്ങൾ തുരുമ്പെടുക്കാത്ത ഉണങ്ങിയ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു. പുനരുപയോഗ പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ പൂർണ്ണമായും ഓഫ് ചെയ്യുകയും അവശേഷിക്കുന്ന ചാർജ് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ധനവും ദ്രാവകങ്ങളും നീക്കം ചെയ്യൽ. സുരക്ഷാ കാരണങ്ങളാൽ വിമാനത്തിലെ ഇന്ധനം, ഹൈഡ്രോളിക് ദ്രാവകങ്ങൾ എന്നിവ പൂർണ്ണമായും വലിച്ചെടുത്ത് മാറ്റുന്നു. ഇത് സ്ഫോടനങ്ങളോ അപകടങ്ങളോ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വിലപിടിപ്പുള്ള ഭാഗങ്ങൾ വേർപെടുത്തൽ. വിമാനത്തിലെ ഏറ്റവും വില കൂടിയ ഭാഗങ്ങൾ, എഞ്ചിനുകൾ ആദ്യം നീക്കം ചെയ്യുന്നു. ഇവ പിന്നീട് പരിശോധനകൾക്ക് ശേഷം വീണ്ടും ഉപയോഗിക്കുകയോ മറ്റ് വ്യവസായങ്ങൾക്കായി നൽകുകയോ ചെയ്യുന്നു. ലാൻഡിംഗ് ഗിയർ, നാവിഗേഷൻ യൂണിറ്റുകൾ, ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുകൾ എന്നിവയും ഇതേപോലെ ശ്രദ്ധയോടെ മാറ്റുന്നു. ഇന്റീരിയർ വൃത്തിയാക്കൽ. യാത്രക്കാരുടെ സീറ്റുകൾ, ലഗേജ് കമ്പാർട്ട്മെന്റുകൾ, ഇലക്ട്രിക് വയറിങ്ങുകൾ, ഇൻസുലേഷൻ എന്നിവ നീക്കം ചെയ്യുന്നു. ഇവ ലോഹങ്ങളുമായി കലരാതെ പ്രത്യേകം സംസ്കരിക്കുന്നു. ഘടന മുറിക്കൽ. വിമാനത്തിന്റെ പുറംഭാഗം വലിയ ഹൈഡ്രോളിക് കത്രികകൾ ഉപയോഗിച്ച് മുറിക്കുന്നു. ചിറകുകൾ അവയുടെ കട്ടി കൂടുതലായതിനാൽ പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ചാണ് വേർപെടുത്തുന്നത്. ലോഹം ഉരുക്കി മാറ്റൽ. മുറിച്ചെടുത്ത ലോഹക്കഷ്ണങ്ങൾ ഇലക്ട്രിക് ആർക്ക് ഫർണസിൽ ഏകദേശം 3600 ഡിഗ്രി താപനിലയിൽ ഉരുക്കുന്നു. ഈ ദ്രവരൂപത്തിലുള്ള ലോഹത്തിലെ അശുദ്ധികൾ നീക്കം ചെയ്ത് ശുദ്ധമായ ഉരുക്കാക്കി മാറ്റുന്നു. പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റൽ. ഉരുക്കിയ ലോഹം പിന്നീട് ഷീറ്റുകളോ ബാറുകളോ ആയി മാറ്റുന്നു. ഇവ കാറുകൾ, നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ പുതിയ വിമാന ഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു വിമാനം അതിന്റെ കാലാവധി കഴിഞ്ഞാലും നശിപ്പിച്ചു കളയാതെ ഓരോ ഭാഗവും മൂല്യമുള്ള പുതിയ വസ്തുക്കളായി പുനർജനിക്കുന്നു എന്നതാണ് ഈ പ്രക്രിയയുടെ പ്രത്യേകത. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.